നമ്മൾ സ്റ്റോറി ടെല്ലിംഗ് കേക്കാണ് ഇന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ചെയ്യുന്ന കേക്കിൻ്റെ ഫ്ലേവർ വന്നിട്ട് റഷ്യൻ ഹണി കേക്കാണ്. നമ്മൾ ഹണി കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഷുഗറും ഹണിയും ബട്ടറും മെൽറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഷുഗർ ഒന്ന് ഫസ്റ്റ് മെൽറ്റ് ചെയ്തെടുക്കാം. നമുക്കിതിലോട്ട് ഹണി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്കൊരു 50 ഗ്രാം ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കാരമലൈസ് ആയിട്ട് വരുന്ന സമയത്തിനിടയ്ക്ക് നമുക്ക് എഗ് വൈറ്റ് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ വാനില പൗഡർ ചേർക്കുകയാണ്. ഇത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊരു കാരമൽ കളർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഷുഗറും ബട്ടറും നന്നായിട്ട് മിക്സായി, ഹണിയും നന്നായിട്ട് മിക്സായി ഒരു ചെറിയൊരു കാരമൽ കളർ വരുന്നുണ്ട്. നമ്മളിതിലോട്ട് ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കും. ഇതിപ്പോൾ ചെറുതായിട്ട് കളർ മാറി വരുന്നുണ്ട്. ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ പോലെ ആവണം. നമ്മുടെ കേക്കിൻ്റെ കളർ അതാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്തിട്ട് മാറ്റാം. ഇതിന് നമ്മളിനി ഫില്ലിംഗ് ആണ്, അതിൻ്റെ കേക്കിൻ്റെ ക്രീമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇതിലേക്ക് നമ്മളൊരു 230 ഗ്രാം ക്രീം ചീസ് എടുക്കുന്നുണ്ട്. അതും ഒരു 300 ഗ്രാംസ് വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്താണ് ഇത് ക്രീം ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച മിക്സർ ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഈ തണുത്തയിലേക്ക് നമ്മൾ വേർതിരിച്ച് വെച്ച എഗ്ഗ് യോക്ക് ആഡ് ചെയ്യുകയാണ്. ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് നമ്മൾ നേരത്തെ സിഫ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഫ്ലോർ ആഡ് ചെയ്യുകയാണേ. കുറച്ചായിട്ട് ആഡ് ചെയ്ത് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എഗ് വൈറ്റുമായിട്ട് മിക്സ് ചെയ്യാം. ഇതിനെ നമ്മുടെ ബാറ്റർ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ 6 ഇഞ്ചിൻ്റെ 2 ബേക്കിംഗ് ട്രേയിലായിട്ട് ഹാഫ് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക ചെയ്യുന്നത്. നമ്മുടെ ബാറ്റർ റെഡിയായി, ഓവൻ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. നമ്മളിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഇനി നമ്മൾ കേക്കിലേക്ക് സോക്ക് ചെയ്യാനുള്ള മിൽക്കാണ് റെഡിയാക്കിയത്. ഇത് ഒരു ഗ്ലാസ് മിൽക്കുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മധുരം ചേർത്തിട്ട് പഞ്ചസാര ചേർത്തിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇത് വെച്ചിട്ടാണ് നമ്മൾ കേക്ക് സോക്ക് ചെയ്യുന്നത്. നമ്മുടെ ഒരു കേക്ക് റെഡി ആയിട്ടുണ്ട്. അതെടുത്ത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ കേക്ക് ചെയ്യുന്ന ഒരു ഡെസേർട്ടിൻ്റെ തീമിലാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫോണ്ടൻറ്റ് കൊണ്ടുള്ള കാക്ടസ് നമുക്ക് റെഡിയാക്കാം. CMC കൊടുത്തു കഴിഞ്ഞിട്ട് നന്നായിട്ടത് ബ്ലെൻഡ് ചെയ്യണം. എനിക്ക് കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഒട്ടുന്നുണ്ട്. നമുക്കിതിനകത്തേക്ക് കുറച്ച് കോൺഫ്ലവർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ചെറിയ ബോൾസ് എടുത്തിട്ട് നമുക്കിതിൻ്റെ പുറത്തിനി മുള്ളിൻ്റെ പോലത്തെ ചെറിയൊരു എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ടൂത്ത് പിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മുടെ ഫോണ്ടൻറ്റിൻ്റെ ഒരു കാക്ടസ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലൊരു 2-3 പീസ് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ കേക്ക് രണ്ടും ബേക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി കേക്ക് സെറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ വിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീമും ക്രീം ചീസും കൊണ്ടുള്ള ഫ്രോസ്റ്റിംഗ് ആണ് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിൽക്ക് സിറപ്പ് കൊണ്ട് സോക്ക് ചെയ്യണം. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ക്രീം ചീസിൻ്റെ ഫ്രോസ്റ്റിംഗ് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണേ. അടുത്ത ലെയർ വെക്കുന്നു. സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. ഈ കേക്ക് നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടെടുക്കാം. നമുക്ക് കേക്കിൻ്റെ പുറത്ത് കോട്ട് ചെയ്യാനുള്ള ക്രംസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. കേക്ക് നമ്മൾ ഫ്രോസ്റ്റ് ചെയ്യുകയാണ്. വളരെ തിന്നായിട്ടുള്ളൊരു ലെയർ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഈ ക്രംസ് ഈ കേക്കിൻ്റെ മുകളിലേക്ക് ഫുൾ കവർ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സ്റ്റോറി ടെല്ലിംഗ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രസൻറ്റ് ചെയ്യാം. യെസ്, അടുത്ത സ്റ്റോറി ടെല്ലറിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ബേക്കേഴ്സ് എന്നുള്ളതിനപ്പുറത്തേക്ക് ബേക്കിംഗ് ക്വീൻസ് ഇപ്പോൾ സ്റ്റോറി ടെല്ലേഴ്സായി മാറി.
കഥ പറയാനുള്ള നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് ഒരു മൈൻഡിൽ പറയാൻ ആഗ്രഹിക്കുന്നത്? ഞാനിപ്പം ഈ ഒരു തീം ഈ ഒരു കളർ തീം കൊടുക്കുന്നതിന് മെയിനായിട്ടുള്ള റീസൺ ഒരു ഡെസേർട്ടിൻ്റെ ഇതാണ്, ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരു 20 ഇയേഴ്സായിട്ട് ഒരു പ്രവാസിയായിരുന്നു. അതെ ആയിരുന്നു. അതെ. അപ്പോൾ ആ ഒരു ലോൺലിനെസ്സും ബാക്കിയുള്ള കാര്യങ്ങളുമാണ് ഇതിൽ കൂടെ ഇങ്ങനെ കൊടുത്തേക്കുന്നത്. അതിലിപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞ് ബീറ്റ്സായിട്ട് കൊടുത്തേക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് അല്ലെങ്കിൽ നല്ല നല്ല ബ്ലെസ്സിങ്സ് അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ വലിയ കാക്ടസായിട്ട് ഞാൻ കൊടുത്തേക്കുന്നത് വലിയ വലിയ അതെ പ്രശ്നങ്ങളും പിന്നെ ഓരോ നമുക്കൊരു പ്രതിസന്ധികളുണ്ടാവുമല്ലോ, തടസ്സങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ ആയിട്ടാണ് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. ഞങ്ങൾ 2011 മാരീഡ് ആവുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് 2 ബീറ്റ്സ് കൊടുത്തേക്കുന്നത്. പിന്നെ അതിൽ കൊടുത്തിരിക്കുന്ന ഈ സ്മോൾ ബീറ്റ്സ് എല്ലാം ചെറിയ ചെറിയ ഹാപ്പിനെസ്സും നല്ല നല്ല മൊമെന്റ്സും ഒക്കെയാണ് നിങ്ങൾ കുട്ടികൾ. അതെ ഈ ഒരാള് ഒരെണ്ണം വലുതും ചെറുത് അങ്ങനെ 2 കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഫാന്റസി വേൾഡിലേക്ക് അറിയാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് എഡിബിൾ ആണോ? അതെ എഡിബിൾ ബീറ്റ്സ് ആണ്. കേക്ക് എന്താണ്? റഷ്യൻ ഹണി കേക്കാണ്. അകത്ത് ക്രീം ചീസിന്റെ ഫില്ലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. എത്ര ലെയർ ഉണ്ട്? മൾട്ടിപ്പിൾ ലെയേഴ്സ് ആണല്ലോ. ഓക്കെ. ഹണി കേക്ക് ഹണി കോംബ്. അപ്പോൾ ഒരു ഷോർട്ട് സ്റ്റോറി അത് എപ്പോഴും അങ്ങനെയാണ്, എല്ലാം സിമ്പിളിലാണ് പോണ ആള്. എളുപ്പത്തിന് കാര്യം നടത്തുക, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് ഞങ്ങൾക്ക് പോലും എന്താണെന്ന് ഊഹിക്കാൻ പറ്റിയില്ല. അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന എന്തായാലും ലൈഫ് സ്റ്റോറി ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.